അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിലെ ദോശ, മസാല ദോശ. അപ്പം നമുക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഒരു ചെറിയ 3 ഉരുളക്കിഴങ്ങ് കുക്കറിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് ഉപ്പും വെള്ളവും ആഡ് ചെയ്തിട്ട് ഒരു 3 വിസിൽ. ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ഒരു പകുതി സവാള, കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും. ഇത്രയും സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പൊട്ടാറ്റോ വേവിച്ച് കഴിഞ്ഞിട്ട് ആ കുക്കറിലേക്ക് തന്നെ നമ്മുടെ ക്യാരറ്റും ബീറ്റ്റൂട്ടും ഇട്ട് കൊടുത്തിട്ട് അത് കുറച്ചുകൂടെ വെള്ളമൂടെ ആഡ് ചെയ്തിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ മസാല നമുക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കാം, കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം, അതിൽ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിൽ കറിവേപ്പിലയും പച്ചമുളകും ചുവന്നമുളകും ഉള്ളിയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ അത് മിക്സായി വരുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് സ്പൈസസ് പൗഡർ ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മളെല്ലാവരും വോയിസ് പറയുന്നപ്പോൾ നമ്മുടെ ചോട്ടക്കും ഒന്ന് വോയിസ് പറയണമെന്നൊരാഗ്രഹം കേട്ടോ. അപ്പോൾ മൂപ്പരുടെ വോയിസാണ് നമ്മളിപ്പോൾ കേട്ടത് കേട്ടോ. അതെ, അപ്പം അത് നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളമൂടെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതൊന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ച പൊട്ടാറ്റോ കൂടെ ആഡ് ചെയ്യാണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചെടുത്തിട്ട് അതിലേക്ക് അതുകൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഉരുളക്കിഴങ്ങ് ലാസ്റ്റിൽ ആഡ് ചെയ്യുന്നത് നമ്മുടെ ബീട്രൂട്ടിൻ്റെ കളറ് ഫസ്റ്റ് തന്നെ ആഡ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ പിടിക്കേണ്ട വിചാരിച്ചിട്ടാണ് ഉരുളക്കിഴങ്ങ് നമ്മൾ ലാസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നത് കേട്ടോ. അതാണ് കോഫി ഹൗസത്തെ ആ ഒരു സ്റ്റൈല്. അപ്പോൾ ആ ഒരു സ്റ്റൈലിൽ നമ്മൾ ചെയ്യുമ്പം അതുപോലെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പൊട്ടാറ്റോ ലാസ്റ്റ് ആഡ് ചെയ്തത്. അപ്പോൾ സംഭവമൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, ഇനിയത് നന്നായിട്ട് ഇതിൽ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മുടെ മസാല സെറ്റാണ്. പിന്നെ ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ദോശ ചുട്ടിട്ട് നമ്മുടെ ഫീലിങ്സ് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ദോശയുടെ കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദോശ ഒന്ന് നല്ലോണം നെരിഞ്ഞ് വീണ് കഴിഞ്ഞാൽ നമ്മുടെ മസാല അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഓക്കെ, സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ദോശ റെഡി. അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാല ദോശ തന്നെയാണ് കേട്ടോ. നമ്മുടെ കോഫി ഹൗസിലത്തെ അതേ ടേസ്റ്റ് തന്നെയാണ്. മസ്റ്റായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ ബൈ.